എൻ്റെ പേര് അമലു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഞാനിവിടെ ഇപ്പോൾ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഓൾറെഡി ഒരു തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 1-ാം തീയതിയാണ് എടുത്തത്. ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് ഈ വർഷം ഫെബ്രുവരി വന്നപ്പോൾ നിയോഗത്തിൽ സൗദി പ്രോമട്രിക് എക്സാം പാസ്സാകണമെന്നും സൗദിയിൽ നല്ലൊരു ജോലി ലഭിച്ച് പോകണമെന്നും ഞാൻ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ഞാൻ ക്രാഷ് കോഴ്സിന് ഇവിടെ ചേർത്തലയിൽ തന്നെയുള്ള ഒരു അക്കാദമി ചേർന്നു. അവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുമ്പോൾ തന്നെ എനിക്കൊന്നും എക്സാമ്പിൾസ് എഴുതുമ്പോൾ എല്ലാം എൻ്റെ തെറ്റി പോവായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒന്നും എക്സാം എഴുതാൻ പറ്റൂല എന്നുള്ള രീതിയിലായിരുന്നു. മാർച്ച് 4-ാം തീയതി എക്സാം ഡേറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് നേരെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഈ ഫ്രണ്ട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ കഴിവുകൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ച് 4-ാം തീയതി എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എഴുതുന്നതിന് ഹാളിൽ കയറുന്നതിന് മുന്നേ ഞാൻ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഉപയോഗിച്ചിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. എക്സാം ഹാളിൽ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയും ബാക്ക് പെയിനും തുടങ്ങി. ഞാൻ ആലോചിച്ചു, ഈ 3 മണിക്കൂർ ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൊന്തയിലുള്ള കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ക്വസ്റ്റ്യൻസ് പോലും വായിക്കാണ്ട് ആൻസേഴ്സ് ടിക്ക് ചെയ്ത് വിടുമായിരുന്നു. പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ശേഷം ഇറങ്ങി. എനിക്ക് ഉറപ്പായിരുന്നു എങ്ങനെ വന്നാലും 2-ാമത്തെ തവണ എക്സാം എഴുതേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ 30,000 രൂപയുടെ കാര്യം ആലോചിച്ചും എല്ലാം കൂടെ ടെൻഷനും പേടിയും എല്ലാം ആയിരുന്നു. അതിനുശേഷം മെയ് 1 എനിക്ക് റിസൾട്ട് വന്നു. 800-ൽ 500 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. എനിക്ക് 536 മാർക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. കാരണം എന്നെക്കൊണ്ട് ഒരിക്കലും എൻ്റെ കഴിവിന് ഒരിക്കലും പറ്റത്തില്ല. കാരണം എക്സാം ഹാളിൽ കയറിയപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നെഗറ്റീവായിരുന്നു. മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് തന്നെ. പിന്നെ എനിക്ക് ചെറുതും വലുതായിട്ട് കുറേ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൈഗ്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ തൈലം തേച്ച് അങ്ങനെ അതിന് കുറേ കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ 2 ആഴ്ച മുന്നേ വിസ വന്നു. 2 ദിവസം മുന്നേ ടിക്കറ്റ് വന്നു. നാളെ പോകാനായിട്ട് ടിക്കറ്റ് വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ചിലർക്കൊക്കെ നല്ല താമസം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് 2-3 മാസം കൊണ്ട് എനിക്കെല്ലാം പെട്ടെന്ന് ശരിയാകുമായിരുന്നു. മാതാവ് ഈശോയും തന്ന ഇതിന് ഒരുപാട് നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനം പത്രം മേടിക്കുകയും കൂടുതൽ അക്രൈസ്തവർക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് സാലറി കുറവാണെന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വിഹിതം പാവപ്പെട്ടവർക്കും അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അമലു തോമസ് കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. സൗദി പ്രോമെട്രിക് എക്സാം പാസ്സാവുക എന്നതായിരുന്നു ഈ മകളുടെ നിയോഗമെന്നത്, അവിടെ ജോലി ലഭിക്കുവാനായിട്ട്. എന്നാൽ അതിന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ക്രാഷ് കോഴ്സിലേക്ക് പങ്കെടുത്തുകൊണ്ട് അച്ഛൻ്റെയൊക്കെ ബ്ലെസ്സിങ് വാങ്ങിച്ചുകൊണ്ടാണ്, ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചുകൊണ്ടാണ് എക്സാം എഴുതുവാനൊക്കെ ആയിട്ട് പോവുകയും ചെയ്തെന്നാൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണെങ്കിലും പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളും വേദനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ കൃപയോടുകൂടി തന്നെ അത് തരണം ചെയ്യുവാനായിട്ട് സാധിച്ചു. എന്നാൽ റിസൾട്ടിൽ വരുമ്പോൾ എപ്രകാരം താൻ ഇത്ര മാർക്ക് കിട്ടുമെന്നോ നന്നായിട്ട് എഴുതുമെന്നുള്ളൊരു പ്രതീക്ഷയല്ലായിരുന്നു അവിടെ ആയിരുന്നു. എന്നാൽ റിസൾട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ അത് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനായിട്ട് അമലുവിന് സാധിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയിൽ ഉറപ്പിച്ചൊരു വിശ്വാസം തന്നെയാണ്. കാരണം അതിനെ തുടർന്നാണെങ്കിലും തനിക്ക് പോകാനുള്ള വിസകളും കാര്യങ്ങളും സമയത്തിൻ്റെ ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ കണ്ട്
എല്ലാം പരിശുദ്ധം അത് നേരെയാക്കി കൊടുക്കുകയും യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും വരാത്തത് കണ്ട് പരിശുദ്ധം ഒരു വലിയ സംരക്ഷണയിലാണ് ഈ മകൾക്ക് സൗദിയിലേക്ക് പോകുവാനും ജോലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയാകാൻ ഇനി ഈ മകളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ പരിശുദ്ധമ്മ ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.